ഒരു പെൺകുട്ടി 13കാരി വ്യാജമായി ഒരു പരാതി നൽകുക. കിട്ടിയ പാടെ പോലീസ് ഒരു കൂട്ടം സഹപാഠികളെ കസ്റ്റഡിയിലെടുക്കുക, എന്നിട്ട് തല്ലിച്ചതയ്ക്കുക. പലരും പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇത് തങ്ങളുടെ കൂടെ പഠിച്ചിരുന്നതാണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെ. എന്നിട്ടോ ആ കുട്ടികൾക്ക് പോലീസിന്റെ വക ക്രൂരമർദ്ദനം. കയ്യിൽ കിട്ടിയവരിൽ ഒരുത്തൻ താൻ ഹൃദ്രോഗിയാണ് എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും വിടാതെ കാൽവെള്ളയിൽ മർദ്ദനമടക്കം പീഡനമുറകൾ ഇന്നലെ സാക്ഷര കേരളത്തിൽ അരങ്ങേറിയത്. സ്വാഭാവികമായും പെൺകുട്ടിക്കെതിരെ 2 കേസുകൾ. പക്ഷേ ഈ തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരെയോ? ഈ അനീതി കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവർ, പ്രിവിലേജ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്ന് മറക്കുന്നവർ ഇനിയും എത്ര കാലം ഇത്തരം വ്യാജ പരാതികൾക്ക് ഇരകൾ ഉണ്ടാക്കപ്പെടുമെന്നും നിയമത്തെ വളച്ചൊടിച്ച് നിയമം തെറ്റായി ഉപയോഗിക്കും എന്നതിന് ഉത്തരം നൽകണം. ഒരു പെൺകുട്ടിക്ക് വൈരാഗ്യമുണ്ടായാൽ അല്ലെങ്കിൽ അവളുടെ തോന്നലുകൾക്ക് മാത്രം ബലിയാടാവാനുള്ളവരാണോ പുരുഷവർഗം? ജെറി പൂവക്കാലയുടെ കുറിപ്പ് കൂടി കാണണം. സ്ത്രീപക്ഷ നിയമങ്ങളും ദുരുപയോഗവും നീതിപീഠവും പോലീസും കണ്ണു തുറക്കേണ്ട സമയമെന്നതാണ് ശീർഷകം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇത്. പത്തനംതിട്ട കൂടലിൽ നിന്നും അടുത്തിടെ പുറത്തു വന്നത്. 13 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി തന്റെ 10 സഹപാഠികൾക്കെതിരെ നൽകിയ വ്യാജ പീഡന പരാതിയും അതിന്റെ പേരിൽ പോലീസ് കാണിച്ച അനാവശ്യ തിടുക്കവും ഒടുവിൽ നിരപരാധികളായ യുവാക്കൾക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനവും. ഇത് നമ്മുടെ സാമൂഹിക നിയമ വ്യവസ്ഥിതിക്ക് നേരെയുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു പെൺകുട്ടി പരാതി പറഞ്ഞ ഉടനെ അതിന്റെ വാസ്തവം എന്ത് എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച പോലീസിന്റെ നടപടി ഒട്ടും ജനാധിപത്യപരമല്ല. ഹൃദ്രോഗിയാണ് എന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചൂരൽ കൊണ്ട് കാൽപാദത്തിലടിച്ച പോലീസ് നടപടി മനുഷ്യാവകാശ ലംഘനം. നിയമങ്ങൾ സംരക്ഷണത്തിനാണ്, വേട്ടയാടാനല്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ, പോക്സോ കേസ് ഉൾപ്പെടെയുള്ളവ സ്വാഗതാർഹമാണ്. എന്നാൽ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ അതിനെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് മുൻപ് തന്നെ പുരുഷന്മാരെയും ആൺകുട്ടികളെയും മുൻവിധിയോടെ സമീപിക്കുന്ന രീതി മാറ്റേണ്ടതുണ്ട്. കണ്ണടച്ചുള്ള നടപടികൾ അപകടം ചെയ്യും. ഒരു പെൺകുട്ടി മൊഴി നൽകിയ ഉടൻ തന്നെ മറുപക്ഷത്തുള്ളവരെ കുറ്റവാളികളായി മുദ്രകുത്തുന്നത് നീതിയല്ല. ഈ കേസിൽ വൈദ്യപരിശോധനയിലും വിശദമായ ചോദ്യം ചെയ്യലിലും പരാതി വ്യാജമാണ് എന്ന് തെളിഞ്ഞിരുന്നു. പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു അത്. പോലീസ് കേസും മർദ്ദനവും ഒരു വ്യക്തിയുടെയും കുടുംബത്തിന്റെയും അന്തസ്സിനെയാണ് ഇല്ലാതാക്കുന്നത്. നിരപരാധികളായ ആ കുട്ടികൾക്കും യുവാക്കൾക്കും സമൂഹത്തിലുണ്ടായ മാനഹാനി ആര് നികത്തും? അവരുടെ മാനസികാവസ്ഥയെ ഇത് എത്രത്തോളം ബാധിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം വ്യാജ പരാതികൾ വർദ്ധിക്കുന്നത് ഭാവിയിൽ യഥാർത്ഥത്തിൽ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി ലഭിക്കുന്നതിന് തടസ്സമുണ്ടാവുന്നു. നിയമത്തിന് മേലുള്ള വിശ്വാസ്യതയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഒരു സ്ത്രീ പറഞ്ഞാൽ അത് വേദവാക്യമായി കണ്ട് പുരുഷന്മാരെ വേട്ടയാടാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. വാദിയുടെയും പ്രതിയുടെയും ഭാഗങ്ങൾ കൃത്യമായി പരിശോധിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം പോലീസ് നടപടികൾ. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ തന്റെ 10 സഹപാഠികളെ ഇത്തരമൊരു ഗുരുതരമായ കേസിൽ കൊടുക്കാൻ തോന്നിയ ചിന്ത അത് ഭയപ്പെടുത്തുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ മൂല്യച്യുതിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം, സൈബർ ലോകത്തെ സ്വാധീനങ്ങൾ, കൃത്യമായ കൗൺസിലിംഗിന്റെ കുറവ് എന്നിവയൊക്കെ ഇതിന് കാരണമാകാം. സ്കൂളുകളിലും വീടുകളിലും കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണവും ധാർമ്മിക വിദ്യാഭ്യാസവും നൽകേണ്ടത് അനിവാര്യമായിരിക്കുന്നു. നിയമം എപ്പോഴും ദുർബലർക്ക് തുണയാകണം, എന്നാൽ അത് ആർക്കുമെതിരെയുള്ള ആയുധമാകരുത്. പത്തനംതിട്ട കൂടൽ സംഭവത്തിൽ നിയമം കയ്യിലെടുക്കുകയും നിരപരാധികളെ മർദ്ദിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. വ്യാജ പരാതികൾ നൽകുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഭാവിയിൽ ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ സാധിക്കൂ. നിയമം എന്നത് ലിംഗഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതാണ്.